തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4 വരെ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. മുന്നണികളും പാർട്ടികളുമെല്ലാം അവർക്ക് ലഭിച്ച വോട്ടുകളുടെ കണക്കുകൂട്ടലുകളിലാണ് ഇപ്പോഴുള്ളത്. ഈ സമയത്ത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം MLA-യും സൗത്തിൽ LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അഹമ്മദ് പ്രതീക്ഷകൾ ഇത്തവണത്തെ? കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ വളരെ നല്ല രീതിയിൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. വലിയ നല്ലൊരു പ്രതീക്ഷയോട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് തന്നെയാണ് ഉറച്ച പ്രതീക്ഷ. ഈ UDF പ്രധാനമായിട്ടും അവർ 13 എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർ പ്രധാനമായിട്ട് കണക്കുകൂട്ടലിൽ ഉറപ്പിക്കുന്നത് 9 നിയോജക മണ്ഡലമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് അവർ പറയുന്നത് കോഴിക്കോട് സൗത്തിനെയാണ്. കോഴിക്കോട് സൗത്ത് നേരത്തെ തന്നെ UDF-ന് സ്വാധീനമുള്ളൊരു മണ്ഡലം എന്ന നിലക്കാണ് അവരാ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പഴയ സൗത്തല്ല, സൗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചപ്പോൾ അത് പ്രകടമായതാണ്. ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായ ആ രീതിയിൽ പഴയ കാലത്ത് UDF-ന് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് നന്നായി വോട്ട് LDF-ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ പഴയ ബിലാലല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. അതായത് തെറ്റായൊരു ധാരണയുണ്ട്. കാരണം മുസ്ലിം വോട്ടുകളൊക്കെ മുസ്ലിം ലീഗിൻ്റെതാണ് അല്ലെങ്കിൽ UDF-ൻ്റെതാണ് എന്ന തെറ്റായൊരു ധാരണ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ആ കാലം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ നന്നായി തന്നെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരുണ്ട്, വലതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷത്തോട് നിൽക്കുന്നവരും നിഷ്പക്ഷ വോട്ടർമാരും LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ LDF ജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. ഈ CPM ജില്ലാ സെക്രട്ടേറിയറ്റൊക്കെ ചേർന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു മണ്ഡലങ്ങളിലുള്ളത് സൗത്താണ് എന്ന തരത്തിലൊക്കെ വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്ന കണക്കുകളെന്ന് പറഞ്ഞാൽ ഉറച്ച പാർട്ടി വോട്ടുകളുടെ കണക്കുകൾ മാത്രമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ കൂടുതൽ വോട്ട് എനിക്ക് കുറവാണ് എന്ന രീതിയിലായിരുന്നു അന്ന് കണക്കുകൾ വന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മറിച്ചായിരുന്നു ഫലം. ഈ തിരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. കാരണം പാർട്ടി വോട്ടുകൾ മാത്രം അവർ കണക്കിലെടുത്ത് കണക്കുകൾ കൂട്ടുമ്പോൾ കുറവുകൾ അനുഭവപ്പെടും. എന്നാൽ പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം സൗത്തിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പുറത്തു നിന്നുള്ള വോട്ടുകൾ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ആ വോട്ടുകളുടെ പിൻബലം കൊണ്ട് ഞാൻ LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. കോഴിക്കോട് സൗത്തിൽ വലിയൊരു അടിയൊഴുക്കുണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നു. ഒപ്പം തന്നെ ഈ പുറത്തു നിന്നുള്ള ഒരു സംസാരം കേൾക്കുന്നത്, പ്രത്യേകിച്ച് BJP ക്യാമ്പുകളിൽ നിന്നുള്ള ഒരു സംസാരം കേൾക്കുന്നത് ഇത്തവണ BJP 2ാം സ്ഥാനത്തെത്തും എന്നുള്ളതാണ്. ആര് വിജയിച്ചാലും ആ ഒരു അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം എന്താണ്? BJP 3ാം സ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ BJPക്ക് വോട്ട് കൂടാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ മോശമല്ലാത്ത വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ്. കുറേ കൂടെ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും തന്നെ അവർ 2ാം സ്ഥാനത്ത് എത്താൻ പോകുന്നില്ല, 3ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. കേരളത്തിലെ പൊതുവായ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു കണക്കൂട്ടലിൽ INL എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും. നേരത്തെ പോലെ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല, ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി LDF തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായ ഒരു വിലയിരുത്തൽ, അത് ഉറച്ച പാർട്ടി വോട്ടുകൾ മാത്രമാണ് അവർ കണക്കുകൂട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലുള്ള വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും ആ അട്ടിമറി കോഴിക്കോട് സൗത്തിൽ ആവർത്തിക്കും. അടിയൊഴുക്കുകളുണ്ട്. BJP ഇത്തവണയും 3ാം സ്ഥാനത്ത് തന്നെ പോകുമെന്നുള്ള ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.